നമസ്കാരം. ദ പാത്ത് ഇസ് എ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡായി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്കെടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, കണ്ടീഷൻ നിലനിർത്തി. എൻ്റെ ജീവിതം സ്നേഹത്താൽ നയിക്കപ്പെടട്ടെ. എൻ്റെ എല്ലാ കഴിവുകളും അറിവുകളും സ്നേഹത്തിൽ അധിഷ്ഠിതമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുമാറാകട്ടെ. ഈ പ്രാർത്ഥനയോടുകൂടി വളരെ സന്തോഷത്തോടുകൂടി കണ്ണുകൾ തുറക്കും. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാര്യങ്ങൾ ഉൾക്കൊള്ളുമ്പോൾ കൂടുതൽ ഹൃദയത്തിൽ അധിഷ്ഠിതമായിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ ഉള്ള കഴിവ് വരാൻ തുടങ്ങുന്നു. ശരിയായിട്ടുള്ള എഡ്യൂക്കേഷൻ ആണെങ്കിൽ വിവേകബോധം വരുന്നു. പല കാര്യങ്ങളും അറിയാം, പക്ഷെ എവിടെ ഉപയോഗിക്കണം, എപ്പോൾ ഉപയോഗിക്കണം എന്നുള്ള കാര്യങ്ങൾ വിവേകബോധത്തോട് കൂടിയിട്ടേ വരുള്ളൂ. ഇപ്പോൾ ഡോക്ടേഴ്സിൻ്റെ ഇടയിൽ എക്സ്പീരിയൻസിന് വളരെയധികം പ്രാധാന്യമാണ്. എക്സ്പീരിയൻസ് വർദ്ധിക്കുന്തോറും ഒരു ഹാർട്ട് സെൻറ്റേർഡ് അപ്രോച്ച് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോത്തിക്കറി എന്നുള്ളൊരു ഫിലിമുണ്ട്, സുരേഷ് ഗോപി അഭിനയിച്ച, എല്ലാവരും കാണേണ്ടതാണ്. അതിൽ സുരേഷ് ഗോപിയും സുരേഷ് ഗോപിയുടെ അച്ഛനായിട്ടൊരു പീഡിയാട്രിഷ്യൻ, സുരേഷ് ഗോപി ന്യൂറോ സർജനാണ്, അച്ഛൻ പീഡിയാട്രിഷ്യനാണ്. അപ്പം അച്ഛൻ സുരേഷ് ഗോപിയോട് പറയും, സുരേഷ് ഗോപി ഒരു പേഷ്യൻറ്റിനോട് പറയണം ഈ രോഗത്തിന് ചികിത്സയില്ല, പ്രതിവിധിയില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പം അച്ഛൻ ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ പറയും, നീ എന്തിനാണ് അങ്ങനെ പറഞ്ഞത്, എന്തൊക്കെ നല്ല വാക്കുകൾ ഉപയോഗിക്കാം. അപ്പോൾ അവർ പ്രത്യാശ മുഴുവൻ നീ നശിപ്പിച്ചില്ലേ. അതാണ് സ്നേഹത്തിലധിഷ്ഠിതമായിട്ടുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ. നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും സ്നേഹം നൽകാൻ സാധിക്കും. നമ്മൾ നൽകുമ്പോഴും സ്നേഹത്തോടെ നൽകുക, നൽകാതിരിക്കുമ്പോഴും ഒന്നും ഭൗതികമായിട്ട് പറ്റുന്നില്ലെങ്കിൽ സ്നേഹം നൽകിക്കൊണ്ടേയിരിക്കണം. അതിനൊരു വിട്ടുവീഴ്ചയില്ല. അപ്പോൾ ഈ ഒരു ഗ്രോത്തിൽ നമ്മുടെ പരസ്പര ഇൻട്രാക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ന്യൂറോ സയൻസസ് തന്നെ തെളിയിച്ചിരിക്കുന്നു. നമ്മളൊരു കാര്യം നേരിട്ട് അനുഭവിക്കണമെന്നില്ല. നമ്മൾ അനുഭവം കണ്ടാൽ മതി, അല്ലെങ്കിൽ കേട്ടാൽ മതി. വല്ലാതെ സ്പർശിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ അത് റെക്കോർഡ് ചെയ്യപ്പെടുന്നു. നമ്മുടെ എക്സ്പീരിയൻഷ്യൽ നോളജായിട്ട് മാറും. മിറർ ന്യൂറോൺസ് ഒരു കാര്യമുണ്ട് നമ്മുടെ തലച്ചോറിൽ. മിറർ ന്യൂറോൺ മിറർ ചെയ്യുക. മറ്റുള്ളവരുടെ അനുഭവങ്ങൾ നമ്മൾ അനുഭവിക്കുമ്പോൾ നമ്മളുടെ ഉള്ളിൽ അതിനുള്ള ഗ്രോത്ത് ഉണ്ടാകും. നമ്മളത് അനുഭവിച്ച പോലെ തന്നെയാവും. അപ്പം അമ്മയ്ക്ക് കുട്ടിയുടെ വേദന അനുഭവിക്കുന്ന പോലെ, അല്ലെങ്കിൽ ഒരു ട്വിൻ ബ്രദർ തൻ്റെ ട്വിന്നിൻ്റെ വിഷമങ്ങൾ സ്വായത്തമാക്കി അവൻ അനുഭവിക്കുന്ന പോലെ
ഈ ലോകത്തിലുള്ള സർവ്വചരാചരങ്ങളുടെയും അനുഭവങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും. മിറർ ന്യൂറോൺസ് ഡെവലപ്പ് ചെയ്ത് വരുന്നു. നമ്മുടെ തലച്ചോറിൻ്റെ വളരെ ചെറിയ ശതമാനമേ 8% നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ എന്ന് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. ബാക്കി എന്തിനു വേണ്ടിയിട്ട്? ഈ തരത്തിലുള്ള ഡെവലപ്മെൻ്റാണ്. അതിനാണ് ബോധത്തിൻ്റെ വളർച്ച എന്ന് പറയുന്നത്, എക്സ്പാൻഷൻ ഓഫ് കോൺഷ്യസ്നസ്. ബോധത്തിൻ്റെ വളർച്ച, സ്നേഹത്തിൻ്റെ വളർച്ച. ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു സ്ഥലം നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ അവിടുത്തെ അണ്ടർലൈങ് കണ്ടീഷൻ ഓട്ടോമാറ്റിക്കായിട്ട് അനുഭവിക്കാൻ തുടങ്ങും, മനസ്സിലാക്കാൻ തുടങ്ങും. ഒരു രോഗി കൺസൾട്ടേഷൻ റൂമിൽ കടന്നു വരുമ്പോൾ എന്താണ് കണ്ടീഷൻ, എന്താണ് അദ്ദേഹം ഉള്ളിൽ അനുഭവിക്കുന്നത്? പുറത്ത് ചിരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ പുറത്ത് കരയുന്നുണ്ടാവും, പക്ഷേ അത് പുറമേയുള്ള ബിഹേവിയറാണ്. ചിലർ ഇമോഷണലായിട്ട് കരയും, പക്ഷേ ഉള്ളിൽ ശരിക്കും ആ വേദന ഉണ്ടാവില്ല. അത് വായിക്കാൻ സാധിക്കും, കണ്ടീഷൻ വായിക്കാൻ സാധിക്കും. ഇതാണ് സഹജമാർഗം തരുന്ന ഏറ്റവും വലിയ കഴിവ്. ഒരു അഭ്യാസി റെഗുലറായിട്ട് സാധന ചെയ്യുമ്പോൾ സ്നേഹത്തിൻ്റെ ആ ഫ്ലോയിലേക്ക്, പ്രാണാഹുതിയിലേക്ക് കണക്ട് ചെയ്യും. സ്നേഹം എല്ലാ കണ്ടീഷൻസും റിവീൽ ചെയ്യും എന്ന് ബാബുജി മഹാരാജ് പറഞ്ഞു. ഇത് വളരെ സത്യമാണ്. നമുക്ക് പലപ്പോഴും രോഗത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കിയാൽ മതി. ആ പേഷ്യനെ പറ്റി നമുക്ക് മനസ്സിലാവുന്നത് എന്താണ്, അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ഭാരം, ഏത് തരത്തിലുള്ള വിഷമം അനുഭവിക്കും, ഇതൊക്കെ നമുക്ക് തെളിഞ്ഞു വരുന്നു, ഉള്ളിൽ തെളിഞ്ഞു വരുന്നു. നമ്മുടെ ഉള്ളിൽ ക്യാൻവാസ് ക്ലിയർ ആണെങ്കിൽ, ഒരു ക്ലിയർ ആയിട്ടുള്ള ക്യാൻവാസിലെല്ലാം വളരെ ഭംഗിയായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ക്ലാരിറ്റി വരണം. നമ്മുടെ ഉള്ളിൽ ശബ്ദങ്ങളുണ്ടെങ്കിൽ നമ്മൾ ചിന്തയിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റില്ല. ഇവിടെയാണ് റെക്കോർഡ് ചെയ്യുന്നത്, ഹൃദയത്തിൽ, പുറത്തല്ല. അപ്പോൾ ഏതൊരു കാര്യം പുറത്ത് കാണുന്നതിന് അതിൻ്റെ റിഫ്ലക്ഷൻ എൻ്റെ ഹൃദയത്തിൽ കാണുന്നു. എനിക്ക് കാര്യങ്ങൾ എന്ത് ചെയ്യണമെന്ന് തിരിച്ചറിയാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ അറിവുകൾ വേണ്ട വിധത്തിൽ, വേണ്ട സ്ഥലത്ത്, വേണ്ട രീതിയിൽ ചെയ്യാനുള്ള കഴിവ് തന്നെത്താനെ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുന്നു. അതാണ് ഹാർട്ട് സെൻറ്റേർഡ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇൻ്റലിജൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ ഇൻ്റലിജൻസ് വരുന്നത് ഈ ഹാർട്ടിൽ നിന്നാണ്, ഹൃദയത്തിൽ നിന്നാണ്. ഹൃദയം എന്ന് പറഞ്ഞാൽ ഈ ഹൃദയം അതിൻ്റെ ഒരു എക്സ്പ്രഷൻ മാത്രമാണ്, ഫിസിക്കൽ എക്സ്പ്രഷൻ മാത്രമാണ്. ശരിക്കും ഹൃദയം എന്ന് പറഞ്ഞാൽ സെൻറ്റർ. ഞാനെന്ന് പറയുമ്പോൾ ഞാൻ എവിടെയാണ് ഉദ്ദേശിക്കുന്നത്? എൻ്റെ ഉള്ളിൽ നിന്നുള്ള ചിന്തകൾ വരുന്നു, എൻ്റെ ശരീരം പ്രകടമാകും, അതിൻ്റെ ഉള്ളിലൊരു ഞാനുണ്ട്, ഒരു കേന്ദ്രമുണ്ട്. അതാണ് എൻ്റെ ഹൃദയം. ആ കേന്ദ്രത്തിൻ്റെ പുറകിൽ പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രമുണ്ട്. അതാണ് നമ്മൾ ഈശ്വരൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാനെന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക് അവിടെ നിന്നാണ് ഈ സ്പന്ദനം വരുന്നത്. അതാണ് സ്നേഹം എന്ന് പറയുന്നത്. അപ്പോൾ അവിടേക്ക് നമുക്ക് കണക്ട് ചെയ്തിരിക്കാൻ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ നമ്മൾ പുറത്താണ് കാണുന്നതെങ്കിലും ഉള്ളിലാണ് വായിക്കുന്നത്, റീഡ് ചെയ്യുന്നത്. അതാണ് അത്ഭുതം ഇവിടെ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരാൾ വേദനിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വഴിയിൽ ഒരു നായ വിഷമിക്കുന്നത് നമ്മുടെ ഇവിടെ വേദനിക്കുന്നു. എന്താ കാരണം? അതും അവിടെയും കണക്റ്റഡാണ്. അവിടെ സിനിമയിലൊരു സീൻ കാണുമ്പോൾ അറിയാതെ കരഞ്ഞു പോകുന്നു. ഇപ്പോഴും കരയും കണ്ടു കഴിഞ്ഞാൽ. ഇപ്പോൾ കഥ പറയുമ്പോൾ ഒന്ന് സിനിമയിൽ മമ്മൂട്ടിയുടെ അവസാനത്തെ ഒരു ഡയലോഗുണ്ട്, അത് കാണുമ്പോൾ കണ്ണിൽ വെള്ളം തരും. കാരണം നമ്മളും ഉള്ളിലത് കണക്ട് ചെയ്യുന്നു. അദ്ദേഹത്തിനത് പ്രകടിപ്പിക്കാൻ സാധിച്ചു. ഒരു പക്ഷേ അദ്ദേഹത്തിനും ആ കണക്ഷൻ ഉണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അത്രയും ഭംഗിയായിട്ട് അത് അവതരിപ്പിക്കാൻ സാധിക്കും. ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കണ്ടീഷൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ആന്തരികമായിട്ടുള്ള ഈ തരത്തിലുള്ള അവസ്ഥ, കണ്ടീഷൻ, അത് മനസ്സിലാക്കാൻ സാധിക്കുകയാണെങ്കിൽ വിവേകബോധം നാച്ചുറലാകും. അങ്ങനെ ഒരു വ്യക്തിക്ക് അപ്രോപ്രിയേറ്റായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും. ഇല്ലെങ്കിൽ മഹാഭാരതത്തിൽ ദ്രൗപദിയെ വസ്ത്രാക്ഷേപം ചെയ്യുമ്പോൾ മഹാന്മാരെന്ന് പറയുന്ന ദ്രോണരും ഭീഷ്മരും കർണനും കൃപാചാര്യരും ഒക്കെ മിണ്ടാണ്ടിരിക്കുന്നു. അപ്പോൾ ഭഗവാൻ പിന്നീട് ചോദിക്കുന്നുണ്ട്, ഇങ്ങനെയാണോ ധർമ്മം? ധർമ്മം എന്നുള്ള സ്നേഹത്തിൽ അധിഷ്ഠിതമാണ്. നിങ്ങൾക്ക് ആ സമയത്ത് എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ നിങ്ങളുടെ കാര്യം ആലോചിച്ചുള്ളൂ. എൻ്റെ പേര്, എൻ്റെ ധർമ്മം, എൻ്റെ പ്രശസ്തി, ഞാൻ ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ടൊരു വ്യക്തിയാണെന്ന് അറിയപ്പെടണം. ഈ അഹംബോധം ഉള്ളിലുണ്ട്. എന്നാലും ഭഗവാൻ അങ്ങനെയൊന്നുമില്ല. ഭഗവാൻ എല്ലാം ചെയ്തിരിക്കുക അപ്രോപ്രിയേറ്റ് ആയിട്ട് തീരുമാനങ്ങൾ. തൻ്റെ പേരിനെ പറ്റിയിട്ടോ പ്രശസ്തിയെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. ഇതാണ് ശരിക്കൊരു മഹാത്മാവിൻ്റെ ലക്ഷണം. അപ്രോപ്രിയേറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അത് ലോകത്തിൻ്റെ അഭിപ്രായം ഒന്നും നോക്കിയിട്ടല്ല, കണക്ട് ചെയ്തിട്ട്. കാരണം അവർക്കും അതാണ് ആവശ്യമെന്ന് മനസ്സിലാവും. ലോകത്തിന് എന്താണ് വേണ്ടതെന്ന് ഇവർക്ക് മുമ്പേ മനസ്സിലാവും. മഹാത്മാഗാന്ധിജി ഒരു ഉദാഹരണം പറയാം. എന്താണ് ലോകത്തിന് വേണ്ടത് അദ്ദേഹം റിയലൈസ് ചെയ്തു. അദ്ദേഹം പറഞ്ഞു, ഇവിടെ ശാന്തി വേണമെങ്കിൽ അഹിംസ വേണം, സത്യാഗ്രഹം വേണം, എല്ലാവരും സത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കണം, എല്ലാവരും അഹിംസ ജീവിതത്തിൽ മാനിഫെസ്റ്റ് ചെയ്യണം, എല്ലാവരുടെയും ജീവിതത്തിൽ ഹെൽപ്പ് ചെയ്യാൻ, സർവോദയത്തിൽ പങ്കെടുക്കണം. എത്ര സിമ്പിളായിട്ട് വളരെ വളരെ ശരിയായിട്ടുള്ള തിയറിയാണ്. ഇൻഡിവിജ്വൽ എവല്യൂഷൻ, ഗ്രൂപ്പ് പാർട്ടിസിപ്പേഷൻ. ബാഹ്യമായുള്ള എക്സ്പ്രഷനിൽ ഹേർട്ട് ചെയ്ത് ആരെയും, അതാണ് നോൺ വയലൻസ് പറയുന്നത്. ചിന്തയിലോ വാക്കിലോ പ്രവൃത്തിയിലോ ഹേർട്ട് ചെയ്ത് ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, ചെയ്യേണ്ട കാര്യങ്ങളാണ്. പക്ഷേ അത് ഹൈഡ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നു.
വേറെ എന്തൊക്കെ ആവശ്യങ്ങളുണ്ടെന്ന് നമുക്ക് തോന്നുന്നു. കാരണം എന്താ, നമുക്ക് കണ്ടീഷൻ വായിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഹൃദയശുദ്ധി വരുത്തണം. സഹജമാർഗ്ഗത്തിൽ ശുദ്ധീകരണം എന്നുള്ളൊരു പ്രക്രിയയുണ്ട്. നമ്മൾ ഈ സെഷനിൽ മുമ്പേ പറഞ്ഞിട്ടുണ്ട് ശുദ്ധീകരണത്തെക്കുറിച്ചിട്ട്. ശുദ്ധീകരണം പ്രാക്ടീസ് ചെയ്യണം. ഹാർട്ട്ഫുൾനെസ് സിസ്റ്റത്തിൽ ജോയിൻ ചെയ്യുമ്പോൾ നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാവും. അങ്ങനെയാകുമ്പോൾ ഈ ഒരു ഹാർട്ട് സെൻറ്റേർഡായിട്ട് ഇൻ്റലിജൻസ് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നു. വിവേകബോധത്തോട് പ്രവർത്തിക്കാനുള്ള കഴിവ് ക്രമേണ വരുന്നു. വളർന്നു എന്തൊരു അവസാനമൊന്നുമില്ല. നമ്മളൊക്കെ ബെറ്റർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജ് നമുക്ക് തന്നെ മനസ്സിലാവും ഈ ചേഞ്ച് വരുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ അവിടെ അവസാനിപ്പിക്കാം. അടുത്ത സെഷൻ വരെ ഇവിടെ വാങ്ങുന്നു. നന്ദി, നമസ്കാരം.